വ്യാപാരത്തോടൊപ്പം ഒഴിവുവേളകളിൽ സമയം കണ്ടെത്തി ചിരട്ടയിൽ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ നിർമ്മിക്കുകയാണ് പത്തനംതിട്ട അങ്ങാടിക്കൽ വടക്ക് സ്വദേശി അഖിൽ അർജുനൻ. തന്റെ കടയിലെത്തുന്നവർ നൽകുന്ന ഓർഡർ അനുസരിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. ചിരട്ടക്കപ്പ്, തവി, നിലവിളക്ക് തുടങ്ങി ചെറുതും വലുതുമായ നിരവധി ശില്പങ്ങളാണ് അഖിൽ നിർമ്മിക്കുന്നത്. ഈ ചിരട്ട ഒന്നിൽ തീയിരിക്കാനോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടൊക്കെ കളയാനാണ് ഉപയോഗിക്കുന്നത്. ഈ ചിരട്ടയിൽ വിഭിന്നമായ ഒരു കലാവൈഭവം കണ്ടെത്തുന്ന പത്തനംതിട്ട അങ്ങാടിക്കൽ വടക്ക് അഖിൽ എന്ന യുവാവിനെ നമുക്ക് പരിചയപ്പെടാം. ഞാനിപ്പോൾ അഖിലിൻ്റെ ഒരു ചെറിയൊരു കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വൈവിധ്യമാർന്ന ചിരട്ട കൊണ്ടുള്ള ഒക്കെയാണ്. അഖിൽ ഇപ്പോഴും ഒരു നിർമ്മാണത്തിലാണ്. അഖിലെ ഒന്ന് പരിചയപ്പെടുത്തിക്കും കേരള വിഷൻ ന്യൂസിന് വേണ്ടി. അത് വേറെ ഒന്നുമില്ല, നമ്മൾ നാരങ്ങവെള്ളക്കടയാണ്. നാരങ്ങവെള്ളം കൊടുത്തതിന് ശേഷം നമ്മൾ ചുമ്മാ ഇരിക്കില്ല, വെറുതെ ഇരിക്കില്ല. അങ്ങാടിക്കൽ വീണ ജോർജിന്റെ വസതിയുടെ അടുത്ത് തന്നെയാണ് എൻ്റെ ഈ കട സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ നാരങ്ങവെള്ളം, കുലുക്കി സർബത്ത് ഇതെല്ലാം ഉണ്ട്, ചായ ഉണ്ട്. അപ്പൊ അത് എടുത്തതിന് ശേഷം വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചിരട്ട കൊണ്ട് ഞാനിത് പണിയുന്നു. ഇത് നമ്മൾ ചിരട്ട കൊണ്ട് പല പല കാര്യങ്ങൾ പണിയുന്നുണ്ട്. പിന്നെ ഇത് ഒരു ചെടിയാണ്, ആണ്ടൂര്യം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് കല്ല് നിറച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇത് ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉറുമ്പ് കാറിനകത്തിൽ വെക്കാവുന്നതാണ്. ഈ മോഡലുകൾ നമ്മൾ അടിയിലില്ല, ഡബിൾ എൻഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചാൽ മതി. ഇതിന്റെ പല മോഡലുകളുണ്ട്. അതൊക്കെ അത് മാതാവ്, പുണ്യാളച്ചന്, നമ്മൾ പറയുന്ന എന്ത് രൂപങ്ങളും നമ്മൾ അന്നേരം ചെയ്തു കൊടുക്കും. ചായക്കപ്പ്, പിന്നെ തവി, ചിരട്ട തവി, അതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്തു കൊടുക്കും. അന്നേരം തന്നെ പോകും. അതുകൊണ്ട് ഇവിടെ സ്റ്റോക്ക് ഇല്ല. അതാണ് ഈ പരമ്പരാഗതമായിട്ടുള്ള ശില്പ സമൂഹത്തിൽ നിന്നാണ് അഖിൽ വന്നിട്ടുള്ളത്. അപ്പൊ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു. അച്ഛൻ ആലപ്പണിയായിരുന്നു, അച്ഛൻ മരിച്ചുപോയി. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഞാൻ വെള്ളം കൊടുക്കുന്നതിന് ശേഷം ഇത് ചെയ്യാമെന്നുള്ളൊരു താല്പര്യം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. അങ്ങനെ ചെയ്തു. ഇതിന്റെ ഓർഡർ ഒക്കെ എങ്ങനെയാണ് ആൾക്കാർ അറിഞ്ഞ? നമ്മൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നവർ കാണുമ്പോൾ അത് വാങ്ങിച്ചു. അല്ലാതെ നമ്മൾ അങ്ങനെ ഓൺലൈനിലായിട്ട് അങ്ങനെയൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. വെള്ളം കുടിച്ചിട്ട് ഇത് കാണും. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വരുന്നത്. അന്നേരം ഇത് കാണുമ്പോൾ പറയും ഇത് വേണം, അല്ലെങ്കിൽ വരാം എന്ന് പറയും. എവിടുന്നൊക്കെയുള്ള സ്ഥലത്തുനിന്നാ ഓർഡർ? കൊല്ലത്തുനിന്ന് ആ വണ്ടിയെ വെക്കാനുള്ള 2-3 എണ്ണം കൊല്ലത്തുനിന്നുള്ള 2 പേര് വന്നായിരുന്നു. ഉണ്ടാക്കി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ചെയ്ത് വെച്ചേക്കുക, വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് പണിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു നിലവിളക്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാ. അതിന്റെ ഓരോ പാർട്സുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കട്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കട്ട് ചെയ്തില്ല. ശരിയാ. ഓരോ പാർട്സ് വരച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി എന്തൊക്കെ ഈ പണിയായുധങ്ങൾ മെഷീൻ ഒന്നുമില്ല. ആക്സോ ബ്ലേഡ്, ഉളി, മൊനേന്, അങ്ങനെയുള്ള ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഈ ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. മെഷീൻ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഈ ആവശ്യക്കാരുടെ ഈ ഇംഗിതം അനുസരിച്ച് എത്ര ദിവസം എടുക്കും ഇതൊന്ന് യഥാർത്ഥം? നമുക്ക് ചെറുതൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 2 എണ്ണം 3 എണ്ണം ഒക്കെ പണിയാൻ പറ്റും. ഈ വണ്ടിയിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ 2-3 എണ്ണം പണിയാൻ പറ്റും ഒരു ദിവസം കൊണ്ട്, മെനക്കെടുവാണെങ്കിൽ. മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് ആ താമസം. മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് പണിഞ്ഞു കൊടുക്കാം. ഉൽപ്പന്നത്തിന്റെ വില ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും ഈ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള അതിനുള്ള പൈസ ചിലർ ഞാൻ അങ്ങനെ വാങ്ങിക്കാം. അധികം വലിയ വില കൊടുത്ത് വലുതായിട്ട് ഓവറായിട്ട് വാങ്ങിക്കാറില്ല. ഇത് ഈ ചിരട്ടയിലെ വേറെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഈ സാധാരണ ഈ ചിരട്ട പൊട്ടിപ്പോവല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ? ഇല്ല, താഴെ വലിയ ഹൈറ്റിൽ നിന്ന് താഴെ വീണ ഡാമേജ് ഒക്കെ വരുമെന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. പിന്നെ നശിച്ചു പോകത്തില്ല. എത്ര വർഷം വേണമെങ്കിലും നമ്മൾ പോളിഷും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചിരട്ട അതെന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ അവർ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ കൊണ്ടുവരുവാണെങ്കിൽ അന്നേരം തന്നെ അത് കൊണ്ടുപോകുന്നവര് തിരിച്ചു കൊണ്ടുവന്നത് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഈ മാതാവും ഗണപതിയും ഒക്കെ എല്ലാം വണ്ടിയെ വെക്കുന്നതാണ്. അതിന്റെ അടിയിൽ ഡബിൾ എൻഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ഇത് ഇളക്കിയിട്ടെ വണ്ടിയിൽ ഒട്ടിച്ചാൽ മതി, ഇരുന്നോളൂ. ഇത് നമുക്ക് ഒരു അപൂർവമാണല്ലേ ചിരട്ട തവിയുണ്ട്, തവികളുണ്ട്. ചിരട്ട കപ്പുകൾ ഒത്തിരി ഉണ്ടാക്കിയായിരുന്നു, അതെല്ലാം പോയി, സ്റ്റോക്ക് ഇരിപ്പിൽ. ഇത് പിന്നെ എങ്ങനെ വൈദ്യുതി? അത് നമുക്ക്
അഡാപ്റ്റർ കൊടുത്ത് 12 വോൾട്ടിന്റെ അഡാപ്റ്റർ കൊടുത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ടേക്കുന്നു. ഇത് കത്തുന്ന ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് നമ്മളിത് നമ്മുടെ ഈ തൂക്കുവിളക്ക് പോലെ ഇതിന്റെ ചങ്ങലയ്ക്ക് നീട്ടം കൂട്ടാ. ഇതിപ്പോ ഞാൻ കുറച്ചേ പറഞ്ഞു, എല്ലാം ഫുള്ള് ചിരട്ടയാ മൊത്തം. ചിരട്ട മാത്രമേ ഉള്ളൂ. അതിനകത്ത് ചിരട്ട മാത്രമേ ഉള്ളൂ. പിന്നെ കൊടുത്തേക്കുന്ന ഈ കറണ്ടിന്റെ ബൾബിന്റെ മാത്രമേ അതേ ഉള്ളൂ. അപ്പൊ ഇത് ആവശ്യമുള്ളവര് അഖിലിനെ സമീപിക്കുക. കാരണം നമ്മള് ഉപയോഗശൂന്യമായി കളയുന്ന ഈ ചിരട്ടയിലാണ് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ. സ്വന്തമായിട്ട് ഒരു ചെറിയൊരു മാടക്കടയൊക്കെ ഉണ്ട്, അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കിട്ടുന്ന ഒഴിവു സമയങ്ങളിലാണ് ഒരു സ്വയം സംരംഭകൻ എന്ന് തന്നെ അഖിലിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹമാണ് ഇടവേളകളിൽ ഈ ചിരട്ടയിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.